ഓക്കെ ഓക്കെ പറഞ്ഞു നോക്കി. സോ നമ്മൾ റീസണിങ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മാത്സ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ടോപ്പിക്. സോ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇന്ന് പഠിക്കാൻ പോകുന്ന സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ നിങ്ങൾ സീരീസ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് സീരീസ്? സോ അത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, നമ്പേഴ്സിൻ്റെ ക്യൂബ് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ്, നമ്പേഴ്സിൻ്റെ ക്യൂബ്. സ്ക്വയേഴ്സൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ സ്ക്വയർ. വൺ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? 1. 2 സ്ക്വയർ എന്താണ്? 4. 3 സ്ക്വയർ എന്താണ്? 9. 4 സ്ക്വയർ എന്താണ്? 16. സോ ഇങ്ങനെ അപ് ടു 25 വരെയുള്ള നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതായത് മാത്സിലായിക്കോട്ടെ അല്ലെങ്കിൽ റീസണിങ്ങിലായിക്കോട്ടെ അപ് ടു 25 നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അതിന് മുകളിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ട്രിക്കൊക്കെ ഉണ്ട്. ചെറിയ നമ്പേഴ്സും കണ്ടുപിടിക്കാം, പക്ഷേ ഏറ്റവും നല്ലത് നമ്പേഴ്സിൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ ക്യൂബ്സും കാണാതെ പഠിക്കണം. മിനിമം 15 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. നമ്മുടെ റീസണിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ 1ൻ്റെ ക്യൂബ് എന്താണ്? 1. 2ൻ്റെ ക്യൂബ് എന്താണ്? 8. 3ൻ്റെ ക്യൂബ് എന്താണ്? 27. 4ൻ്റെ ക്യൂബ് എന്താണ്? 64. സോ ഇങ്ങനെ പോകും. അപ്പോൾ ഈ നമ്പേഴ്സ് കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങളൊരു നമ്പർ കാണും, 64 എന്നൊരു നമ്പർ നിങ്ങൾ കാണുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്. 4ൻ്റെ ക്യൂബാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, മോനെ നോക്കി. 1, 4, 9, 16 ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയർ. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 1, 4, 9, 16, 25, 36, 49, 64. സോ ആ നമ്പേഴ്സ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് നിങ്ങൾ നല്ല കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ നമ്പേഴ്സിൻ്റെ ക്യൂബും നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. സോ ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് ക്യൂബ്. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, കാണാൻ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ റീസണിങ് പഠിച്ചു തുടങ്ങുമ്പം ആൽഫബറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 26 ആൽഫബറ്റ്സ് അല്ലേ? 26 ആൽഫബറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പം എ എന്ന് പറയുന്ന ആൽഫബറ്റ് ബി, സി, ഡി, ഇ, എഫ്, ജി, അങ്ങനെ എക്സ്, വൈ, ഇസഡ്. സോ ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, മോനെ എ എത്രാമത്തെ ആൽഫബറ്റാണ്? ഫസ്റ്റ് ആൽഫബറ്റാണ്. ബി സെക്കൻഡ് ആൽഫബറ്റാണ്. സി തേർഡ് ആൽഫബറ്റാണ്. ഫോർത്ത് ആൽഫബറ്റ്, ഫിഫ്ത്ത് ആൽഫബറ്റ്. സോ ഇങ്ങനെ പോകും. സോ എക്സ് 24th ആൽഫബറ്റാണ്. വൈ 25 ആണ്. ഇസഡ് 26th ആൽഫബറ്റാണ്. സോ ഇതാണ് നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? എന്താ? ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ ആൽഫബറ്റിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 13ാമത്തെ ആൽഫബറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എം എന്ന് പെട്ടെന്ന് പറയാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ A to Z വരെ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇജോട്ടി എന്നൊന്ന് പഠിക്കുക. EJOTY. സോ ഇ എന്ന് പറയാൻ മോനെ 5th ആൽഫബറ്റാണ്. ജെ എന്ന് പറഞ്ഞാൽ 10ാമത്തെ ആൽഫബറ്റാണ്. ഒ എന്ന് പറഞ്ഞാൽ 15ാമത്തെ ആൽഫബറ്റാണ്. ടി 20ാമത്തെ ആൽഫബറ്റാണ്. വൈ 25ാമത്തെ ആൽഫബറ്റാണ്. സോ എനിക്ക് 13ാമത്തെ ആൽഫബറ്റ് വേണം. എനിക്കറിയാം 10ാമത്തെ ആൽഫബറ്റ് ഏതാ? ജെ ആണ്. സോ 11 ഏതാ? കെ, എൽ, എം. ഇത്ര മാത്രം കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പൊസിഷൻ നമ്പേഴ്സ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾ എ തൊട്ട് ഇസഡ് വരെ എണ്ണുമ്പോഴാണ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൽഫബറ്റ്, ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആൽഫബറ്റ്, സി എന്ന് പറഞ്ഞാൽ തേർഡ് ആൽഫബറ്റ്, അങ്ങനെ പോകുന്നത്. ഞാൻ തിരിച്ചാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഫസ്റ്റ് ആൽഫബറ്റ് ഏതായിരിക്കും? ഇസഡ് അല്ലേ? ആണോ? ഫസ്റ്റ് ആൽഫബറ്റ് ഏതാ? ഇസഡ് ആയിരിക്കും. നിങ്ങൾ നോക്കി, ഇസഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ആൽഫബറ്റ്. വൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാമത്തെ ആൽഫബറ്റാണ്. എക്സ് എന്താ? മൂന്നാമത്തെ ആൽഫബറ്റാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പം എ എന്ന് പറയുന്നത് 26ാമത്തെ ആൽഫബറ്റാണ്.
പിടികിട്ടുക. അപ്പോൾ ചില ടൈമിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രണ്ടിലേക്കായിരിക്കും, ചില ടൈമിൽ റിവേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് A to Z എന്ന് പറയുന്നത് എന്താണ്, A to Z എന്താണ് 1 2 3 അങ്ങനെ 26 വേണം. തിരിച്ച് Z to A ആകുമ്പോൾ എന്ത് പറ്റും, റിവേഴ്സിൽ വരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ എയുടെ ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 1 ആണ്, റിവേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 26 ആണ്. സോ അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എപ്പോഴും 27 ആയിരിക്കും. ഓക്കെ, ഈ സം എന്ന് പറഞ്ഞാൽ 27 ആണ്, ഇതും 27 ആണ്. ഇവിടെ നോക്ക്, ഇതും 27 അല്ലേ, ഇതും 27 അല്ലേ, ആണോ? ഇതെന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി ടി എന്ന നമ്പർ നമുക്കറിയാം 20 ആണ്, ഫ്രണ്ടിലേക്ക് എണ്ണുമ്പോൾ 20 ആണ്. അപ്പോൾ റിവേഴ്സ് എണ്ണുമ്പോൾ എത്രയായിരിക്കും? ഈ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ കാണാൻ പഠിക്കുക ഒന്നും വേണ്ട, 7 അല്ലേ, കാരണം എന്താ, ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ 20 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ എത്രയാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 20യുടെ കൂടെ എന്ത് കൂട്ടിയാലേ 27 കിട്ടുന്നത്, 7 അല്ലേ? മനസ്സിലായോ? ഇപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 10ാമത്തെ ആൽഫബറ്റ്, അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ എത്രയായിരിക്കും? ഫ്രണ്ടിലേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ 10 ആണ്, അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ എന്തായിരിക്കും? 17. പിടികിട്ടുക. കാരണം ലോജിക്ക് എന്താ, അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴും റിവേഴ്സ് കൗണ്ട് ചെയ്ത് വരുമ്പോഴും ആ ഒരു ആൽഫബറ്റിൻ്റെ ഫ്രണ്ടിലേക്കുള്ള കൗണ്ടും റിവേഴ്സ് കൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടണം. മനസ്സിലായോ? ഇപ്പോൾ സപ്പോസ് 6 എന്ന് പറഞ്ഞ മോനെ 18ാമത്തെ ആൽഫബറ്റാണ്, അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ എത്രാമത്തെ ആയിരിക്കും? 9. അത് പിടികിട്ടിയല്ലോ, ഇത്രയും പിടികിട്ടിയേ. ഓക്കെ, ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ കൗണ്ടിങ് പഠിക്കണം. അപ്പം എ എന്ന് പറയുന്ന ആൽഫബറ്റിൻ്റെ കൂടെ ഒരു 3 ആൽഫബറ്റ് ആഡ് ചെയ്യാൻ പറയണം. എന്താണ്? ഒരു 3 ആൽഫബറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ എയുടെ കൂടെ 3 ആൽഫബറ്റ് ആഡ് ചെയ്താൽ എന്താ കിട്ടുക? എയുടെ കൂടെ 3 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCD. A+3 എന്താ? അപ്പം ഞാൻ എയുടെ കൂടെ 3 ആൽഫബറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? D ആണ്. മനസ്സിലായോ? ഇപ്പം എമ്മിൻ്റെ കൂടെ 5 ആൽഫബറ്റ്സ് ആഡ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? എമ്മിൻ്റെ കൂടെ 5 ആൽഫബറ്റ്സ് ആഡ് ചെയ്യാൻ പറയുക, എന്ത് കിട്ടും? എസ് ആണോ? എമ്മിൻ്റെ കൂടെ 5 ആഡ് ചെയ്തേ, ആറല്ലേ, എസ് അല്ലല്ലോ. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് എസ് അല്ലെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് പിടികിട്ടും. എം എന്ന് പറയാൻ 13ാമത്തെ ആൽഫബറ്റാണ്. സോ അതിൻ്റെ 5 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 13 5 18 ആയില്ലേ? സോ 18ാമത്തെ ആൽഫബറ്റ് ഏതാ? 6 ആണ്. മനസ്സിലായി? അതായത് നോക്ക്, എം കഴിഞ്ഞിട്ട് NOPQRS. അപ്പോൾ എമ്മിൻ്റെ കൂടെ 6 ആൽഫബറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എസ് അല്ലേ കിട്ടുക? ഓക്കെ, അല്ലാതെ നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഓരോ ആൽഫബറ്റിൻ്റെയും പൊസിഷൻ നമ്പേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ, സോ എം എന്ന് പറഞ്ഞാൽ 13 ആണ്. ഓക്കെ, 5 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 18 ആയി. സോ 18ാമത്തെ ആൽഫബറ്റ് ഏതാണ്? 6 ആണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്തായാലും നിങ്ങൾ എക്സാമിന് പോകുമ്പം അങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എന്തായാലും അവിടെ റഫ് ഷീറ്റ് കിട്ടും. സോ അതിനകത്ത് A തൊട്ട് Z വരെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ എണ്ണി കൗണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. ഇപ്പം നിങ്ങൾക്ക് എല്ലിൻ്റെ കൂടെ +4 പറഞ്ഞാൽ എന്ത് കിട്ടും? L+4 എന്താ? എളുപ്പമല്ലേ, പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ ഉണ്ടായിരിക്കുന്നത്? L+4 എന്താ? P അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് അഡീഷനാണ്. ഇതുപോലെ സബ്ട്രാക്ഷൻ വരാമല്ലോ, ഇതുപോലെ സബ്ട്രാക്ഷൻ വന്നുകൂടെ? അതായത് ഇപ്പം നിങ്ങൾ ചോദിക്കാം L-2 എന്ന് പറയാം, L-2 എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്യും? ജെ ആണ്. സോ L-2 എന്ന് പറയുമ്പം
ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിങ് പഠിക്കുമ്പം എ തൊട്ട് ഇസഡ് വരെ എഴുതി വെക്കുക. സോ അതിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. ഫ്രണ്ടിലേക്കായാലും അല്ലെങ്കിൽ ബാക്കിലേക്കായാലും കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എല്ലാം കാണാതെ പഠിക്കുക. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ മോനെ 12ാമത്തെ ആൽഫബറ്റാണ്. സോ 12ൽ നിന്ന് 2 പോയാൽ എന്താ 10 ആണ്. സോ 10ാമത്തെ ആൽഫബറ്റ് ഏതാ, ജെ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് വേണം, എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പം നമുക്ക് ABCD നമുക്ക് നമ്മുടെ ആ പേപ്പറിനകത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം. ഇത് 2 രീതിയിൽ എഴുതാം. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ തൊട്ട് ഇസഡ് വരെ നമ്മൾ നിരത്തി അങ്ങ് എഴുതുന്നു. ഓക്കെ, എ തൊട്ട് ഇസഡ് വരെ നിരത്തി അങ്ങ് എഴുതുന്നു. എന്നിട്ട് നമുക്ക് അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ABCD ഒക്കെ എഴുതുമ്പം എം വരെ എഴുതുക. ഓക്കെ, റിവേഴ്സിൽ എഴുതണം. അതായത് എ തൊട്ട് എം വരെ എന്ന് പറഞ്ഞാൽ 13 ആൽഫബറ്റായി. സോ അതിൻ്റെ റിവേഴ്സ് ചെയ്ത് അത് ഇതിൻ്റെ താഴെ എഴുതണം. NOPQRSTUVWXYZ. ഇതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് ആണ്. പക്ഷേ വരും ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പം റീസണിങ്ങിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ്. അതായത് ഇതാണ് ഓപ്പോസിറ്റ് ഓഫ് ആൽഫബറ്റ്സ്. എന്താണ് ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ്? ഓക്കെ, അതായത് എയുടെ ഓപ്പോസിറ്റ് ആണ് ഇസഡ്. എയുടെ ഓപ്പോസിറ്റ് ആണ് ഇസഡ്. ബിൻ്റെ ഓപ്പോസിറ്റ് ആണ് വൈ. അല്ലെങ്കിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് സി. മനസ്സിലായോ? ഇത് ഓപ്പോസിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇയുടെ ഓപ്പോസിറ്റ് ആണ് വി, എസിൻ്റെ ഓപ്പോസിറ്റ് ആണ് എച്ച്. മനസ്സിലായോ? ഒയിൻ്റെ ഓപ്പോസിറ്റ് ആണ് എൽ, എമ്മിൻ്റെ ഓപ്പോസിറ്റ് ആണ് എൻ, ഐൻ്റെ ഓപ്പോസിറ്റ് ആണ് ആർ. സോ ഇതാണ് ഈ ഓപ്പോസിറ്റ് എഴുതിയിരിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു ആൽഫബറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഒരു ആൽഫബറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഇതാണിത്. ഓക്കെയല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ പഠിച്ചു, നമ്മൾ കൗണ്ടിങ് പഠിച്ചു. സോ നിങ്ങൾക്ക് നോക്കിയേ, ഞാൻ പറയാല്ലേ, കൗണ്ടിങ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നുകിൽ എ തൊട്ട് ഇസഡ് വരെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം. എ തൊട്ട് ഇസഡ് വരെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം. ഓക്കെ, എ തൊട്ട് ഇസഡ് വരെ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാം. നിങ്ങൾക്ക് അതല്ല, ഇങ്ങനെ എഴുതിയുള്ള ഗുണം ഇത് മാത്രം എഴുതുന്നുള്ളതെന്ന് വെച്ചു. ഇങ്ങനെയുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനും പറ്റും, കൗണ്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനും പറ്റും, കൗണ്ട് ചെയ്യാനും പറ്റും. കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സപ്പോസ് കെയുടെ കൂടെ +5 ആഡ് ചെയ്യണമെന്ന് വെച്ചോ. എന്താണ്? കെയുടെ കൂടെ +5 ആഡ് ചെയ്യണം എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ കൗണ്ട് ചെയ്യും? ഇങ്ങനെയാണ് നമ്മൾ ABCD എഴുതുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ABCD എഴുതുന്നത് എന്നുണ്ടെങ്കിൽ കെയുടെ കൂടെ +5 ആഡ് ചെയ്യാൻ പറയുമ്പം മോനെ കെയുടെ കൂടെ +1 ആഡ് ചെയ്യുമ്പോൾ എന്താ? എൽ. +2 ഇതാണ്, +3 ഇതാണ്, +4 +5 ഇങ്ങനെ വേണം കൗണ്ട് ചെയ്യാൻ. ഓക്കെ, ചില കുട്ടികൾ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കെയിൻ്റെ കൂടെ 5 എല്ലാം ആഡ് ചെയ്യണ്ടേ. അപ്പോൾ +1 ആയി, +2 ആയി, +3 +4 +5 ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. തെറ്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അതൊന്ന് ചിന്തിച്ചേക്കണം. ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ ഇതൊന്ന് ചിന്തിച്ചേക്കണം. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനും പറ്റും, കൗണ്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ജിയിൽ നിന്ന് -4 ചെയ്യണമെന്ന് വെച്ചോ, G -4 ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ എന്ത് കിട്ടും? ജിയിൽ നിന്ന് -4 ചെയ്യണം, അപ്പോൾ എന്ത് കിട്ടും? സി അല്ലേ? ആണോ? സോ നിങ്ങൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ നോക്കി, ജി മൈനസ് അല്ലേ, അപ്പോൾ നമ്മൾ എങ്ങോട്ട് വരണം? റിവേഴ്സ് വരണം. അപ്പം -1 -2 -3 -4. ക്ലിയർ അല്ലേ? അപ്പോൾ ആൽഫബറ്റ്സിൻ്റെ കൗണ്ടിങ് പിടികിട്ടി, പൊസിഷൻ നമ്പേഴ്സ് പിടികിട്ടി, ഓപ്പോസിറ്റ് ആൽഫബറ്റ്സ് ഏതാണെന്നുള്ളതും പിടികിട്ടി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന
ടോപ്പിക്കാണ് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ്? നമ്പർ സിസ്റ്റം. ഇത് നമ്പർ സിസ്റ്റം അല്ല, സീരീസ് ആണ്. ഓക്കെ, ഇവിടെ സ്റ്റാഫ് ഇട്ടപ്പം എന്താ മാർക്ക് പോയതാണ്. അതായത് സീരീസ്. സോ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ സീരീസ് എന്ന് പറഞ്ഞാൽ? സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 7, 14, 21, 28. സോ നെക്സ്റ്റ് ഇങ്ങനെയായിരിക്കും ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ പാറ്റേൺ എന്താ? എല്ലാത്തിൻ്റെയും കൂടെ +7 വെച്ച് ആഡ് ചെയ്യുകയാണ്. മനസ്സിലായോ? +7. സോ ഇവിടുത്തെ പാറ്റേൺ എന്താ? എല്ലാ നമ്പറിൻ്റെയും കൂടെ +7 വെച്ച് ആഡ് ചെയ്താണ് പോകുന്നത്. സോ അങ്ങനെ പോയാൽ നെക്സ്റ്റ് എന്ത് വരും എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിൻ്റെ കൂടെ +7 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 35. സോ ഇങ്ങനെ ഒരു പ്രത്യേക ഇവിടുത്തെ പാറ്റേൺ എന്താ? +7 +7 +7 +7 അങ്ങനെയാണ് പോകുന്നത്. സോ ഇവിടുത്തെ പാറ്റേൺ നമ്മൾ നോക്കുമ്പം ഓക്കെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. സോ അതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അഡീഷൻ സെയിം നമ്പർ ആഡ് ചെയ്ത് പോയേക്കുന്നതായിട്ടാണ് പറയുന്നത്. എല്ലാ കേസിലും ഇങ്ങനെ ആകണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ എന്തായിരിക്കും? സബ്ട്രാക്ഷൻ ആയിരിക്കും നടക്കുക. ചിലപ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നടക്കുക. ചിലപ്പോഴോ ഡിവിഷൻ ആയിരിക്കും നടക്കുക. ചിലപ്പോഴോ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടി നടക്കാം. സോ അതൊക്കെ നമുക്ക് വഴിയേ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്പർ സീരീസ് എന്നും, ആൽഫബറ്റ്സ് ആണെങ്കിൽ ആൽഫബറ്റ് സീരീസ് എന്നും, ഇനി ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെയുള്ള മിക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് എന്നും പറയും. ആൽഫ ന്യൂമറിക് സീരീസ് എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ SSC GDയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. 8, 11, 14, 17, 20 ഡാഷ്. ആൻസർ എന്താ? എളുപ്പമല്ലേ? പാറ്റേൺ എന്താ? ഇവിടെ എന്താ പാറ്റേൺ? എല്ലാ നമ്പറിൻ്റെയും കൂടെ +3 ആഡ് ചെയ്ത് പോകുമല്ലേ? ആണോ? ഇവിടെ എല്ലാം +3 +3 +3 +3 അങ്ങനെയാണ് പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ത് വരണം? +3. സോ 20 + 3 എന്താ? 23. ഇത് സിംപ്ലി എന്താണ്? ജസ്റ്റ് ഒരു അഡീഷനാണ്. സിംപ്ലി ജസ്റ്റ് എന്താ? ഒരു അഡീഷൻ മാത്രമാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടെ എന്താ? സബ്ട്രാക്ഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ ഇവിടെ നോക്കി 102 എന്നുള്ളത് 85 ആയിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് കുറഞ്ഞത്? 17. 102 നിന്ന് 17 പോകുമ്പോഴാണ് 85 കിട്ടുന്നത്. സോ അതിൽ നിന്ന് എത്ര കുറയുമ്പോഴാണ് 68 വരുന്നത്? 17. ഇവിടെയോ 17. സോ പാറ്റേൺ എന്താ? നമുക്ക് പാറ്റേൺ കിട്ടിയില്ലേ? 17 17 17. സോ അടുത്തതും 17 അല്ലേ സബ്ട്രാക്റ്റ് ആവേണ്ടത്. സോ 17 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 34. സോ ആൻസർ എ ഓപ്ഷൻ. ഓക്കെ, ഇത് പറഞ്ഞേ.
എളുപ്പമല്ലേ? ചുമ്മാ നോക്കിപ്പോ. നിങ്ങളുടെ പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഈ ചോദ്യമല്ല. ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റിയ ചോദ്യമല്ലേ? നോക്കി, ഇതെന്താ -4, ഇതെന്താ -4, ഇതെന്താ -4. സോ അടുത്ത എന്തായിരിക്കും? -4. 6 - 4 എന്താ? 2. ഈ ക്വസ്റ്റ്യൻ നോക്കി. 2 3 ആയി, 3 7 ആയി, 7 16 ആയി, 16 32 ആയി. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എന്തായാലും അഡീഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ. നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഡീഷൻ നടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനോടെ കോമ്പിനേഷൻ ആയിരിക്കും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 2 എന്നുള്ളത് 3 ആയി, 3 എന്നുള്ളത് 7 ആയി, 7 എന്നുള്ളത് 16 ആയി, 16 എന്നുള്ളത് 32 ആയിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പം ഇവിടെ എത്ര ആഡ് ആയത്? +1. ഇവിടെയോ +4. ഇവിടെയോ +9. ഇവിടെയോ +16. സോ ഞാൻ പറഞ്ഞു നമുക്കൊരു പാറ്റേൺ കിട്ടണം അല്ലേ? നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഇപ്പം +7 ആണെങ്കിൽ +7 +7 +7 +7 അങ്ങനെ പോവാണ് അല്ലേ? ഇവിടെ 49 ആണോ? റിയൽമി ഒന്നുകൂടെ ആലോചിച്ച്. എടാ 49 ഓപ്ഷനിൽ ഇല്ലല്ലോ. ഐ മീൻ ഇനി 49 ഏതെങ്കിലും ഒരു പാറ്റേൺ വഴി കിട്ടിയതാണെങ്കിൽ ആ പാറ്റേൺ ഒന്ന് പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി 1 ആഡായി, 4 ആഡായി, 9 ആഡായി, 16 ആഡായി. സോ ഈ നമ്പേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ഈ നമ്പേഴ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ? 1 4 9 16 ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓക്കെ, ഇവിടെ ആഡ് ആയത് 1 ആഡായി, പിന്നെ 4 ആഡായി, 9 ആഡായി, 16 ആഡായി. അപ്പോൾ ഈ നമ്പേഴ്സിന് 1 4 9 16 ഇതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് സ്ക്വയേഴ്സും ക്യൂബ്സും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1ൻ്റെ സ്ക്വയറാണ്. ഈ 4 എന്ന് പറയുന്നത് എന്താ? 2ൻ്റെ സ്ക്വയറാണ്. 9 എന്ന് പറയുന്നതോ 3ൻ്റെ സ്ക്വയറാണ്. ഇതോ 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അടുത്തത് എത്ര ആഡ് ആവേണ്ടത്? 5ൻ്റെ സ്ക്വയർ അല്ലേ? സോ 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ലേ? മനസ്സിലായോ? ഇവിടെ എന്താ ചെയ്യണ്ടേ? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയറാണ്. ഇതോ 2ൻ്റെ സ്ക്വയറാണ്. ഇതോ 3ൻ്റെ സ്ക്വയറാണ്. ഇതോ 4ൻ്റെ സ്ക്വയറാണ്. ഇതോ 5ൻ്റെ സ്ക്വയറാണ്. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ ആൻസർ എന്താ? 32ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? 25 ആഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 57. പിടികിട്ടിയോ? സോ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സ്ക്വയേഴ്സും ക്യൂബ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് റീസണിങ്ങിനകത്ത്. ഓക്കെ, സോ ആൻസർ എന്താ? 57. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് ചെയ്യാൻ പറ്റും നോക്കി. (14 22)
എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കി. നിങ്ങളെ ഇതിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എഴുതുക. +8 +15 24 അല്ലേ? ഇത് വെച്ചിട്ട് എന്തെങ്കിലും നടക്കുമോ? ഞാൻ ഡിഫറൻസ് ഇവിടെ എഴുതി തന്നു. സോ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് വേറെ ഹിൻ്റ് കൂടെ തരാം. 8, 15, 24, 35 ഈ നമ്പേഴ്സൊക്കെ സ്ക്വയേഴ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കി. സ്ക്വയേഴ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കി. 8 ആയിക്കോട്ടെ, 15 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, 35 ആയിക്കോട്ടെ. ഒരു രക്ഷയില്ല. -1 ഓക്കെ. അതായത് മോനെ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 8, 15, 24, 35 ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും 8 കൂടി 15 കൂടി 24 കൂടി 35 കൂടി അങ്ങനെ പോകും. അപ്പോൾ ഈ ടൈപ്പ് വന്നെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കി, ഈ 8ൻ്റെയും 15ൻ്റെയും വ്യത്യാസം എന്താ? +7 അല്ലേ? 15ൻ്റെയും 24ൻ്റെയും വ്യത്യാസം എന്താ? +9 അല്ലേ? 24ൻ്റെയും 35ൻ്റെയും വ്യത്യാസം എന്താ? +11 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ 35ഉം ഇവിടെ വേണ്ട അടുത്ത നമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 13 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. ആണോ? സോ 96ഉം വേണ്ടേ? ഇവിടെ 8 കൂടി 15 കൂടി 24 കൂടി 35 കൂടി, അപ്പോൾ ഇവിടെ എന്താ? 48 കൂടുന്നു. ആണോ? അപ്പോൾ നമുക്ക് 144 കിട്ടും. സോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് നോക്കി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് അല്ലേ ഇത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് അല്ലേ ഇത്? സോ ആ ഡിഫറൻസുകളുടെ ഡിഫറൻസ് അല്ലേ ഏതേണ്ടത്? ഡിഫറൻസുകളുടെ ഡിഫറൻസ് അല്ലേ ഏതുണ്ടത്? ആണോ? അപ്പോൾ ഇത് ഡിഫറൻസ് ഓഫ് ഡിഫറൻസ് എന്ന ടൈപ്പാണ്. സോ ഒന്നുകിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾ ലോജിക്ക് ആലോചിക്കാം. അതായത് നമ്മൾ നോക്കി, ഈ 8 എന്ന് പറയുന്ന നമ്പർ അതിനടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 8-നടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണ്? 8-നടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നേ? എന്തേലും ക്യാൻസർ പറ.
നിങ്ങൾ അറിയാൻ വയ്യാത്തതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണോ അതോ മിണ്ടാനുള്ള മടി കൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള മടി കൊണ്ട് മിണ്ടായിരിക്കുന്നതാണോ? നിങ്ങൾക്കറിയാം ടൈപ്പ് ചെയ്യാനുള്ള മടിയാണെങ്കിൽ ഓക്കെ, അത് പറഞ്ഞാൽ അതനുസരിച്ച് പഠിപ്പിക്കാം. അതല്ല, അറിയില്ല അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഠിപ്പിക്കാം. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്കറിയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിച്ചേ 8ന് അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാ? 49. 49. എടാ 8ന് അടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മുമ്പ് എഴുതിയില്ലേ? അതായത് 1ൻ്റെ സ്ക്വയർ എന്താ? 1ൻ്റെ സ്ക്വയർ എന്താ? 1. 2ൻ്റെ സ്ക്വയർ എന്താ? 4. 3ൻ്റെ സ്ക്വയർ എന്താ? 9. 4ൻ്റെ സ്ക്വയർ എന്താ? 16. 5ൻ്റെ സ്ക്വയർ എന്താ? 25. 6ൻ്റെ എന്താ? 36. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 49 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചത് 8നോട് അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതുണ്ടെന്നാണ് ചോദ്യം. അല്ല, അവിടെ 81 എന്ന പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 9 ആണ് ആൻസർ. ഞാൻ ചോദിച്ചത് 81 എന്നൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് 9ൻ്റെ സ്ക്വയർ 81 അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1, 4, 9, 16, 25, 36, 49, 64, 81 അങ്ങനെ പോകുന്നത്. അതിനാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8നോട് അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 9 അല്ലേ? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് 9. 15നോട് അടുത്ത് ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ? 15നോട് അടുത്ത് ഏതെങ്കിലും പെർഫെക്റ്റ്? പ്രവീണ 3 എന്നല്ല 3 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ വാല്യൂസ് വേണ്ടി ഇതൊക്കെയാണ്. ഒന്ന്, പ്രവീൺ ഉദ്ദേശിച്ചത് 3ൻ്റെ സ്ക്വയർ 9 എന്നല്ലേ? ഓക്കെ, ഞാൻ ചോദിച്ചത് പെർഫെക്റ്റ് സ്ക്വയർ വാല്യൂ ഏതുണ്ടെന്നാണ് ചോദ്യം. അതേതാ? അത് വേണ്ടി ഇതൊക്കെയാണ്. 1, 4, 9, 16, 25, 36. അതാണ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 8ന് അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 9. ഇപ്പോൾ ഇവിടെ 15 ഉണ്ട്. 15ന് അടുത്ത് നിൽക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 16. 24ന് അടുത്ത് നിൽക്കുന്ന ഏതാ? 25. 35ന് അടുത്ത് നിൽക്കുന്ന ഏതാ? 36. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 8 വന്നു, 15 വന്നു, 24 വന്നു, 35 വന്നു. ആ നമ്പേഴ്സല്ലേ എവിടുന്നാണ് വന്നത്? അതായത് ഈ 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ അല്ലേ? ആണോ? ഇത് 3ൻ്റെ സ്ക്വയറാണ്. ഇതോ 4ൻ്റെ സ്ക്വയറാണ്. ഇതോ 5ൻ്റെ സ്ക്വയറാണ്. ഇതോ 6ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, 3, 4, 5, 6 പാറ്റേൺ ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 1 കുറച്ച് എഴുതിയിരിക്കുകയാണ്. അതായത് 3ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 1 കുറയ്ക്കുന്നു, എന്ത് കിട്ടും? 8. 4ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 1 കുറയ്ക്കുന്നു, 15. 5ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 1 കുറയ്ക്കുന്നു, 24. 6ൻ്റെ സ്ക്വയർ എടുക്കുന്നു, 1 കുറയ്ക്കുന്നു, 35. പിടികിട്ടിയോ? മനസ്സിലായോ? പാറ്റേൺ പോകുന്നുണ്ടോ? പാറ്റേൺ എന്താ? പാറ്റേൺ ആക്ച്വലി 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനതേണ്ടതാണ്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 3ൻ്റെ സ്ക്വയർ -1. ഇതോ 4ൻ്റെ സ്ക്വയർ -1. ഇതോ 5ൻ്റെ സ്ക്വയർ -1. ഇതോ 6ൻ്റെ സ്ക്വയർ -1. പിടികിട്ടിയോ? പാറ്റേൺ പിടികിട്ടിയോ? സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരണം? 3ൻ്റെ സ്ക്വയർ -1 വന്നു, 4ൻ്റെ സ്ക്വയർ -1 വന്നു, 5ൻ്റെ സ്ക്വയർ -1 വന്നു, 6ൻ്റെ സ്ക്വയർ -1 വന്നു. സോ അടുത്ത് എന്തായിരിക്കണം? 7 സ്ക്വയർ -1 അല്ലേ? ആണോ? 7 സ്ക്വയർ -1 വരണം. അപ്പോൾ 7 സ്ക്വയർ 49 ആണ്. 49 -1 എന്താ? 48 വരണം. ലോജിക് അതാ ഞാൻ പറഞ്ഞു. നമ്മൾ ഈ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുക യാതൊരു രക്ഷയില്ല. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, ആ നമ്പേഴ്സ് നമ്മൾ പെട്ടെന്ന് അറിയണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 6ൻ്റെ സ്ക്വയർ -1 ആണ് ഇത്. അപ്പോൾ അടുത്ത് ഇവിടെ വരേണ്ടത് എന്താണ്? പ്ലസ് എന്ത് വരണം? 7ൻ്റെ സ്ക്വയർ -1. അതെന്താ? 48 അല്ലേ? സോ 96 48 ഇവിടെ കൂട്ടുക, 144. ക്ലിയർ ആണോ? ഡൗട്ടുണ്ടോ ഇതാക്കലും? ഇതാക്കലും ഒന്നുകൂടെ പറയണോ അതോ ഓക്കെ ആണോ?
ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ക്യൂബ്സും കാണാതെ പഠിക്കണം. അത് എങ്ങനെ കാണാതെ പഠിക്കണമെന്ന് വെച്ചാൽ 5ൻ്റെ സ്ക്വയർ 25 അങ്ങനെ പഠിച്ചാൽ പോരെ. 5ൻ്റെ സ്ക്വയർ 25 ഓക്കെ. അപ്പോൾ ഈ 25 വാല്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഇത് 5ൻ്റെ സ്ക്വയർ ആണല്ലോ. റിവേഴ്സിലും പഠിക്കണം. ഇപ്പോൾ 81 എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പറഞ്ഞാൽ ഇത് 9ൻ്റെ സ്ക്വയർ ആണല്ലോ. അല്ലെങ്കിൽ 169 എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരണം 13ൻ്റെ സ്ക്വയർ ആണല്ലോ ഇത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും 168 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, 168 എന്ന് പറഞ്ഞാൽ 169 അടുത്തുള്ള നമ്പറാണ്. അപ്പോൾ 13ൻ്റെ സ്ക്വയറുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ ഇതും സംവാട്ട് ഇപ്പം നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് തന്നെയാണ്. ചെയ്യാൻ പറ്റുമോ നോക്കി. ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് തന്നെ. നാല് 5 ആയി, 5 14 ആയി, 14 39 ആയി, 39 88 ആയി. കിട്ടിയില്ല? നിങ്ങളിതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കി. ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കി. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ അതോ ചുമ്മാ സ്ക്രീൻ ഓൺ ആക്കി വെച്ചേക്കുവാണോ? ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാവും. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് സ്ക്വയർ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യും. ഉണ്ട്, ഓക്കെ. അല്ല, ചിലർ ക്ലാസ്സിൽ കയറിയിട്ട് മൊബൈലും പോക്കി ഇട്ടിട്ടുണ്ട് നേരെ അങ്ങ് പോവും. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്. ഇവിടെയും കണക്ഷൻ നോക്കുക. ഇവിടെ എത്ര കൂടിയത്? +1 ആണ്. ഇവിടെ എത്ര കൂടി? +9 കൂടി. ഇവിടെ എത്ര കൂടി? +25 കൂടി. ഇവിടെ എത്ര കൂടി? +49 കൂടി. ആണോ? അപ്പോൾ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കുക. 169 ഒന്നിടവിട്ട് സ്ക്വയർ അല്ലേ? നോക്കി, 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയറാണ്. 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്. 25 5ൻ്റെ സ്ക്വയറാണ്. 49 7ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നിങ്ങൾ നോക്കി, 1ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 7ൻ്റെ സ്ക്വയർ. സോ അടുത്ത എന്തായിരിക്കും? 9ൻ്റെ സ്ക്വയർ വേണ്ടേ അല്ലേ? പാറ്റേൺ എന്താ ഇവിടെ? 1ൻ്റെ സ്ക്വയർ ആഡായി, 3ൻ്റെ സ്ക്വയർ ആഡായി, 5ൻ്റെ സ്ക്വയർ ആഡായി, 7ൻ്റെ സ്ക്വയർ ആഡായി. അടുത്ത എന്തായിരിക്കും? 9ൻ്റെ സ്ക്വയർ ആഡ് ആവണം. 9ൻ്റെ സ്ക്വയർ എന്താ? 81 അല്ലേ? സോ 88 + 81 എന്താ? 169 ആണ്. പിടികിട്ടിയോ?
ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ അങ്ങനെ പോയി. ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് ആഡ് ആയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നോക്ക്, നമ്മൾ റീസണിങ് പഠിക്കുന്നതിനകത്ത് ഇതിനൊന്നും യാതൊരു റൂൾസുമില്ല. ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ, അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല. സോ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ഇടാം. സോ ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ എന്താണോ ചിന്തിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് ആൻസർ കണ്ടെത്തുക എന്നതാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ചില ക്വസ്റ്റ്യൻസിന് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആവാറുണ്ട്. കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, നമ്മൾ സീരീസ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പം നമ്മൾ 10 പേര് ഇരിക്കുകയാണ്. 10 പേരുടെ ഫ്രണ്ടിലേക്ക് ആ ക്വസ്റ്റ്യൻ തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ 14 പേര്. സോ നിങ്ങൾ 15 പേരുണ്ട്. സോ ഈ 15 പേരുടെ കയ്യിലിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഓക്കെ, നിങ്ങൾ 15 പേരും ചിന്തിക്കുന്ന ഒരേപോലെയാണോ? അല്ല, ഡിഫറെൻറ്റ് രീതിയിലാണ് ചിന്തിക്കുക, ആണല്ലോ. അപ്പോൾ സീരീസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണം. എന്താണ്? ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകണം. അതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയത്ത് ചില പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയെന്ന് വെച്ചു. ഞാൻ പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യും. സോ പുതിയ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പാറ്റേൺ ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു പാറ്റേൺ വെച്ചിട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആൻസർ അപ്പോൾ എനിക്കറിയാമല്ലോ, ആണല്ലോ. പക്ഷേ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തരണമല്ലോ. ഓക്കെ, അപ്പം 3 ഓപ്ഷൻസ് ഞാൻ വെറുതെ ചുമ്മാ ഇടുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് റാൻഡമായിട്ട് 3 നമ്പേഴ്സ് അങ്ങ് എഴുതി. 4ാമത്തത് എൻ്റെ കറക്റ്റ് ആൻസറും ഓപ്ഷനായിട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഞാനൊരു പാറ്റേൺ മനസ്സിൽ ആലോചിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഇട്ടത്. പക്ഷേ നിങ്ങൾ ഈ പല ആളുകൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ വേറൊരു പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാറ്റേൺ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അതും ചിലപ്പോൾ ഓപ്ഷനിൽ കാണും. സോ അങ്ങനെ വന്നാൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഏതാണോ ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. ഒന്നും മനസ്സിലായില്ലല്ലോ? ഇടയ്ക്ക് ഇതിലത്തെ ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. തൽക്കാലം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കി, ഈ ചെയ്യാൻ പറ്റുമോ നോക്കി. 16 17ആയി, 17 25ആയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം വാല്യൂസ് അഡീഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, 16 17ആയി, 25ആയി, 52ആയി, 116ആയി. വാല്യൂസ് ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ഉറപ്പായിട്ടും മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ചിലപ്പം മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കൂടി നടക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിട്ടും നടക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. 16 17 25 52 116. ഡിഫറൻസ് എടുത്തോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ റൂട്ട് സ്ക്വയേഴ്സ് ആണോ അത് ക്യൂബ്സ് ആണോ ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാ ഇവിടെ പാറ്റേൺ എന്താണ് പാറ്റേൺ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്?
മൾട്ടിപ്ലിക്കേഷൻ ആണോ അഡീഷൻ ആണോ? ഇവിടുത്തെ കണക്ഷൻ എന്താ? സ്ക്വയേഴ്സ് ആണോ കണക്ഷൻ, അതോ ക്യൂബ്സ് ആണോ കണക്ഷൻ? ക്യൂബ്. മക്കളെ എല്ലാവരും ഇതിൻ്റെ ഡിഫറൻസ് ചുമ്മാ നിങ്ങൾ എഴുതിയേ. ഈ ഓരോ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് എഴുതുക. മോനെ നോക്കി, ഇവിടെ ഇതിൻ്റെ ഡിഫറൻസ് അതെ 1 ഇവിടെ എന്താ 8, ഇവിടെ എന്താ 27, ഇവിടെ എന്താ 64. അപ്പോൾ നിങ്ങൾ നോക്കുക, 1, 8, 27, 64 ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1, 8, 27, 64. $241. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങുമ്പം ആൻസർ കിട്ടാൻ വേണ്ടി പഠിക്കരുത്. നിങ്ങളിതിൻ്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് പാറ്റേൺ വന്നത്, ആ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ആൻസർ നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. കാരണം ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട്. പാറ്റേൺസ് എല്ലാം നമുക്ക് കാണാൻ പഠിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ ഓക്കെ ഇന്ന പാറ്റേൺ ഉണ്ടല്ലോ എന്ന് ബ്രെയിനിലൊന്ന് ഫീഡ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് 1, 8, 27, 64. അപ്പോൾ ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി മോനെ. 1, 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. 64 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ അഡീഷനാണ് നടന്നത്, ക്യൂബാണ് അല്ലേ. അപ്പോൾ അഡീഷനാണ് നടന്നത്. 1ൻ്റെ ക്യൂബ്, 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 4ൻ്റെ ക്യൂബ്. സോ നെക്സ്റ്റ് എന്തായിരിക്കും? 5ൻ്റെ ക്യൂബ്. സോ 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 125 അല്ലേ ആഡ് ആവേണ്ടത്. സോ 116 കൂടെ 125 ആഡാകുക. അപ്പോൾ എന്ത് കിട്ടും? 241. മനസ്സിലായി? ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയേഴ്സിൻ്റെ അഡീഷനാണ് നടന്നത്. ഇവിടെ എന്താ? ക്യൂബ്സിൻ്റെ അഡീഷനാണ്. മനസ്സിലായോ? ക്യൂബ്സിൻ്റെ അഡീഷനാണ്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ വരാം. ഇതിപ്പോൾ 1ൻ്റെ ക്യൂബാണ്, 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മ കേട്ടോ. 2ൻ്റെ സ്ക്വയർ -1, 3ൻ്റെ സ്ക്വയർ -1, 4ൻ്റെ സ്ക്വയർ -1. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയില്ലേ? സോ അവിടെയും ക്യൂബിൻ്റെ അവിടെയും നടക്കാം. മനസ്സിലായി? ക്യൂബിൻ്റെ അവിടെയും എന്ത് ചെയ്യാം? അങ്ങനെ നടക്കാം. ഇപ്പോൾ 1ൻ്റെ ക്യൂബ് -1, 0 അപ്പോൾ ആഡായി. 2ൻ്റെ ക്യൂബ് -1 അപ്പോൾ എത്ര ആവും? 7 ആഡാവും. 3ൻ്റെ ക്യൂബ് -1 എത്ര ആഡാവണം? 26 ആഡാവും. സോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പാറ്റേൺസ് വരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി.
1 എന്നുള്ളത് 2 ആയി, 2 എന്നുള്ളത് 10 ആയി, അപ്പോൾ നമ്മൾ ചെയ്ത സെയിം ടൈപ്പ് തന്നെ. വല്ലതും നടക്കുമോ? അതാ 226 ഇവിടെ എളുപ്പമല്ലേ? നമ്മൾ ലാസ്റ്റ് ചെയ്ത അതേ ടൈപ്പ് തന്നെയല്ലേ? ആണോ? കാരണം ഇത് +1 ആണ്, ഇതോ +8 ആണ്, ഇതോ +27 ആണ്, ഇതോ +64 ആണ്. സോ ഈ നമ്പേഴ്സ് കാണുമ്പോഴേ അറിയാം 1-ൻ്റെ ക്യൂബ്, 2-ൻ്റെ ക്യൂബ്, 3-ൻ്റെ ക്യൂബ്, 4-ൻ്റെ ക്യൂബ്, അടുത്തതോ 5-ൻ്റെ ക്യൂബ്. 5-ൻ്റെ ക്യൂബ് എന്താ? 125. സോ 101 120 കൂട്ടിയാൽ എന്താ? 226 അല്ലേ? ഇവിടെ കിട്ടിയോ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മാത്സ് പാടായിട്ടുള്ള ആരൊക്കെയുണ്ട്? സാർ മാത്സ് ഇച്ചിരി പ്രശ്നമാണ് എന്ന് തോന്നുന്ന ആരൊക്കെയുണ്ട്? ഓക്കെ, 2 പേർക്കേ ഉള്ളു. 3 4 5 എല്ലാം കൈ വെക്കൂ. ചോദിക്കാൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് അത് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളപ്പോൾ അതനുസരിച്ച് പയ്യെ പഠിപ്പിക്കാനാണ്. ഓക്കെ, ശരിയാക്കാം. ഓക്കെ 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 നോക്കാം. അപ്പം അതാണ് നിങ്ങൾ ഇച്ചിരി സ്ലോ ആവുന്നത്. ഓക്കെ, കുഴപ്പമില്ല, പയ്യെ പഠിച്ചാൽ മതി, സമയം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി പഠിക്കണം. കുറച്ച് ടൈം എങ്കിലും ഡെയിലി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും. നമ്മൾ ചെയ്യുന്നത് ഇന്ന് പഠിക്കും, പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് പഠിക്കും, കാര്യമില്ല. ഡെയിലി കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ രക്ഷപ്പെടാം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തില്ലേ, ആ സെയിം പാറ്റേൺ ആണിത്. എത്ര ആഡ് ആവുന്നത്? 10 11 ആയി. അപ്പം +1 അല്ലേ? 11 19 ആയി. +8 അല്ലേ? 19 46 ആയി. +27 അല്ലേ?
സോ 46 110 ആയി ആണോ? അപ്പോൾ എന്ത് പറ്റും? 64 അല്ലേ? സോ അടുത്ത എന്തായിരിക്കും? 1 ആയി, 8 ആയി, 27 ആയി, 64 ആയി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ്സ് ആണ്, നമ്പേഴ്സിൻ്റെ ക്യൂബാണ്. 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 5ൻ്റെ ക്യൂബ് എന്താ? 125 അല്ലേ? ആണോ? അപ്പോൾ ഇവിടെ 125 ആണ് ആഡ് ആവേണ്ടത്. സോ 125ൻ്റെ കൂടെ 110 ആഡ് ചെയ്തിട്ട് 235. ഓക്കെ, അപ്പോൾ നമുക്കിനിയും പാറ്റേൺ മാറ്റി പിടിക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, ഒന്നും ആലോചിക്കാനില്ല, ചുമ്മാ ചെയ്ത് നോക്കാം. ഇവിടെ എളുപ്പമല്ല നമുക്ക് ചെയ്യാൻ. കാരണം എന്താ? ഇവിടെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ നമുക്ക് +4 ആയി, അടുത്ത നോക്കുമ്പം +3 ആയി, അടുത്ത നോക്കുമ്പം +4 ആയി, അടുത്ത നോക്കുമ്പം +3 ആയി. സോ പാറ്റേൺ എന്താ? +4 +3 +4 +3 +4 +3 അങ്ങനെയല്ലേ പോകുന്നത്. സോ അടുത്ത എന്തായിരിക്കും? 28 പ്ലസ് എന്ത് ചെയ്യണം? 4 ചെയ്യണം. സോ 28 + 4 എന്താ? 32. മനസ്സിലായോ? സിമ്പിൾ അല്ലേ ഇത്? ഇതെല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇതെന്ത് ചെയ്യും ആൻസർ? '17 19 ആയി, 19 22 ആയി, 22 24, 24 27. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂട്ടം പാറ്റേൺ അല്ലേ? ഒന്ന് നോക്കാമല്ലോ, നോക്കുക, ആൻസർ പറയാം. 29 B. ഓക്കെ, ഇവിടെ എന്താ? 2 ആഡായി, 3 ആഡായി, 2 ആഡായി, 3 ആഡായി. അപ്പോൾ അടുത്ത എന്താവണം? 2 ആഡ് ആവണം. അപ്പോൾ എന്ത് കിട്ടും? 29 കിട്ടും. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഇവിടെ നോക്കി, ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ ഇങ്ങനെ 2 ഡാഷൊക്കെ കാണും. ഓക്കെ, 2 ഡാഷൊക്കെ കാണും. സോ അങ്ങനെ 2 ഡാഷ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്. ഒന്നിടവിട്ടുള്ള നമ്പേഴ്സിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാം. എന്താണ്? ഒന്നിടവിട്ടുള്ള നമ്പേഴ്സിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നോക്കിയേ, 17 കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 22 കിട്ടുന്നത്? 5 അല്ലേ? 22 കൂടെ 5 കൂട്ടുമ്പോഴല്ലേ 27 കിട്ടുന്നത്? സോ അടുത്ത നമ്പർ വേണ്ടി ഇവിടെ കിട്ടേണ്ടത് എങ്ങനെയാണ്? +5 അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? 32. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 19 24 ആവുന്നത് എങ്ങനെയാ? +5 അല്ലേ? അപ്പോൾ 24 അടുത്ത എങ്ങനെ വരണം? +5 29. അതായത് ഇപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്തപ്പം 2 ആഡായി, 3 ആഡായി, 2 ആഡായി, 3 ആഡായി, അങ്ങനെ പോകുന്നില്ലേ? നമ്മൾ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ 2 3 2 3 2 അങ്ങനെയാണ് പോകുന്നത്.
നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇടപെട്ടുള്ളത് വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.